ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, വയനാട്ടിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു മുണ്ടക്കൈയിലും ചൂരന്മലയിലും ഒക്കെ ഉണ്ടായ ദുരന്തം. ഡാൻ, നേരത്തെ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ സമയത്തൊക്കെ വാടക വീടുകളിൽ നിന്ന് അടക്കം എത്തിയ വോട്ടർമാരെ നമുക്ക് കാണാൻ സാധിച്ചു. ഏറ്റവും കൗതുകകരമായും അതോടൊപ്പം തന്നെ എന്നാൽ അല്പം വേദനിപ്പിക്കുന്നതുമായ ചില കാഴ്ചയും ഡാൻ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് അയൽവാസികളായിരുന്ന 2 കുടുംബങ്ങൾ അവർ ആ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നീട് അവർ 2 ഇടങ്ങളിലേക്ക് താമസം മാറ്റുന്നു. അവർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ഒരുമിച്ച് കാണുന്നു. അങ്ങനെയുള്ള ചില വൈകാരികമായ കാഴ്ചകൾ കൂടിയൊക്കെ ഉണ്ട് വയനാട്ടിലെ ചില ബൂത്തുകളിൽ. ഇപ്പോൾ ഡാൻ എവിടെയാണ് ഉള്ളത്? ഇനി 3 മണിക്കൂറിൽ താഴെ മാത്രം സമയം ശേഷിക്കുമ്പോൾ എന്താണ് അവസ്ഥ? വയനാടിന്റെ ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട സ്ഥലമാണ് ചൂരൽമല. ആ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആ ചൂരൽമലയ്ക്കൊപ്പം ദുരന്തം നേരിട്ട് പൂർണ്ണമായി തന്നെ തുടച്ചു നിൽക്കപ്പെട്ട സ്ഥലമാണ് മുണ്ടക്കൈ. ആ മുണ്ടക്കൈ 11ാം വാർഡിലെ വോട്ടർമാർക്ക്, ദുരന്തത്തെ അതിജീവിച്ച വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 168ാമത്തെ ബൂത്തിലാണ്. ആ ബൂത്തിലാണ് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഞങ്ങൾ ആ ബൂത്തിലാണ് ഉള്ളത്. അതായത് ഏതാണ്ട് 1118-ലധികം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 618 പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ വോട്ടർ പട്ടികയിൽ ഏറ്റവും അധികം ആളുകൾ മരണപ്പെട്ടതായി, ഈ ദുരന്തത്തിൽ മരണപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കുന്നതും ഈ 168ാമത്തെ പോളിംഗ് ബൂത്തിലാണ്. ഏതാണ്ട് 127 പേർക്കാണ് ഈ പോളിംഗ് ബൂത്തിലുള്ള ലിസ്റ്റിൽ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചൂരൽമലയിലെ 2 ബൂത്തുകളിൽ 167, 169 ബൂത്തുകൾ സന്ദർശിച്ചിരുന്നു. അവിടെയും സമാനമായ തരത്തിലുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മന്ദഗതിയിലാണ് ഇവിടെ വോട്ടർമാരുടെ പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാണോ പോകുന്നത്? വോട്ട് ചെയ്തോ? ചെയ്തു. എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ പുത്തൂറിലാണ്. വീടൊക്കെ പോയി. ഇവിടോട്ട് എങ്ങനെയാ വന്നേ? ഇവിടെ മോന്റെ വണ്ടിക്കാ വന്നത്. ഓക്കെ. അവിടെ പിന്നീട് പോയായിരുന്നോ? ഒരിക്കൽ പോയി. വീടിന്റെ അടുത്തേക്കൊന്നും പോയാ അറിയുന്നില്ല സാറേ. ദൂരം ഒന്നും ഇങ്ങനെ നോക്കി വന്നു. മുണ്ടക്കയിലാണ് വീട് അല്ലേ? ഇല്ല, ചൂരൽമല പോയ വക്കത്താണ് നമ്മളെ വീട്. വക്കത്താണ് വീട്. പേര്? ഖദീസ. വീടിന്റെ കാര്യം എന്തേലും ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ. സഹായം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് മോന്റെ അവിടെ ആകുമ്പോ സഹായമൊക്കെ കുറവാ. മോന്റെ കൂടെയാണ് താമസിക്കുന്നത്? അപ്പൊ അവിടെ ശരി. അപ്പൊ എല്ലാം ശരിയായി വരട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ണു നിറയുന്ന കാഴ്ചകളുമായിട്ട് പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങുന്ന വോട്ടർമാർ കൂടി വേദനപ്പെടുത്തുന്ന ഓർമ്മയായി മാറുകയാണ് ഈ മുണ്ടക്കയിലെ ദുരന്തമുണ്ടായ മേഖലയിലെ വോട്ടർമാർ. അവർ ഈ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ എന്തായാലും 3 മണിക്കൂർ കൂടി 2 മണിക്കൂർ കൂടി പറഞ്ഞ പോലെ ശേഷിക്കുന്നു. ആ 2 മണിക്കൂറിനുള്ളിൽ എത്ര അധികം ആളുകൾ ഇവിടേക്ക് എത്തും? ഈ 618 എന്നത് 1000-ന് മുകളിലേക്ക് എത്തിയാൽ അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടതിന് തുല്യമാകും. പക്ഷേ രാവിലെ മന്ദഗതിയിലായിരുന്നു വോട്ടിംഗ് പുരോഗമിച്ചിരുന്നത്, പോളിംഗ് എന്നാണ് നമുക്ക് ഇവിടുന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. എന്തായാലും കൽപ്പറ്റ മണ്ഡലത്തിൽ മേപ്പാടി ഉൾപ്പെടുന്ന കൽപ്പറ്റയിൽ ഇതിനോടകം പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 46.52% ഇതിനോടകം 2:30 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് പോളിംഗ്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വയനാട്ടിൽ 50.63% ആകെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറനാട് തന്നെയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. 54.47 ഇതുവരെയുള്ള പോളിംഗ്. തൊട്ടു പിന്നിലായി 52.65% പോളിംഗ് രേഖപ്പെടുത്തി തിരുവമ്പാടിയുണ്ട്. കൽപ്പറ്റയിൽ 50.71, സുൽത്താൻ ബത്തേരിയിൽ 49.43, മാനന്തവാടിയിൽ 49.51, വണ്ടൂരിൽ 49.80, നിലമ്പൂരിൽ 48.82. ഇതാണ് ഏറ്റവും പുതിയ കണക്കുകൾ. 50% കടന്നിരിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വയനാട്ടിലെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ, വോട്ടർമാരുടെ എണ്ണം ഇനി 2 മണിക്കൂർ കൂടി ശേഷിക്കുമ്പോൾ ഒരുപക്ഷെ
കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ പോളിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടായാൽ അത് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതായിരിക്കും. 7,45,158 പേർ ഇതിനോടകം ഈ 14 ലക്ഷത്തിൽ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ശേഷിക്കുന്നവ വോട്ടർമാരിൽ എത്രയധികം ആളുകൾ ഈ വരുന്ന 2-2.5 മണിക്കൂർ കൊണ്ട് വോട്ട് ചെയ്യും എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് വയനാട് ഈ ദുരന്തത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലേത്. അതിനിടെയായിരുന്നു വയനാട്ടിൽ നമുക്കറിയാം ദുരന്ത ഭൂമിയായി മാറിയ ഇടം. അവിടെ നിന്നാണ് ഡാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു ഉമ്മ ഏറെ ദുഃഖപ്പെട്ട് അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പോലും അവർ ആ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും പ്രായമായിട്ടും ഇതുപോലുള്ള ദുരന്തങ്ങൾ അവരെ വേട്ടയാടുമ്പോൾ പോലും അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. ജനാധിപത്യത്തിന്റെ വിലയെന്ത്, ജനാധിപത്യത്തിൽ ഒരു വോട്ടറുടെ വോട്ടവകാശത്തിനുള്ള മൂല്യമെന്ത് എന്ന് തിരിച്ചറിയുന്ന ഒരു ജനത എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ രണ്ടിടത്തും ചേലക്കരയിലും അതോടൊപ്പം തന്നെ വയനാട്ടിലും 50% മുകളിലേക്ക് വോട്ടിംഗ് എത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. രണ്ടിടത്തും 50% മുകളിലേക്ക് എത്തുന്നു. അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ സമയം 3:13 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മണിക്കൂറിൽ താഴെ മാത്രമാണ്. ഇനിയുള്ള സമയത്ത് കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മുന്നണികളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വോട്ട് ശതമാനം ഉയർന്നേക്കാം. ഇപ്പോഴത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേരത്തെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ തന്നെ വോട്ട് ചെയ്ത എല്ലാവരും മടങ്ങിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. അക്കാര്യങ്ങൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. ആ സമയത്തും